ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC പട്ടികകൾ സർക്കാർ ഗവർണർക്ക് കൈമാറി. ഡിജിറ്റൽ സർവകലാശാല VC പട്ടികയിൽ MK ജയരാജ്, R രാജശ്രീ, KP സുധീർ എന്നിവരും സാങ്കേതിക സർവകലാശാല പട്ടികയിൽ പ്രൊഫസർ പ്രവീൺ, ഡോക്ടർ ജയപ്രകാശ്, N സബീബ് എന്നിവരും ഉൾപ്പെടുന്നു. സ്ഥിരം VC പദവിയിലേക്കാണ് പട്ടിക കൈമാറിയത്. ആർ റോഷിപാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആർ റോഷിപാൽ, താൽക്കാലിക VC നിയമനത്തിലാണ് സർക്കാരും ഗവർണറും തമ്മിൽ ഒരു അസ്വാരസ്യം കുറച്ച് മണിക്കൂർ മുൻപ് വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിരം VCമാരുടെ പട്ടിക കൈമാറിയിരിക്കുന്നു അല്ലേ സർക്കാർ? തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ നിർണായക നീക്കമാണ് നടന്നിരിക്കുന്നത്. ഡിജിറ്റൽ സർവകലാശാലയിലേക്കും ഒപ്പം സാങ്കേതിക സർവകലാശാലയിലേക്കും വൈസ് ചാൻസലർമാരുടെ പട്ടിക അത് ഗവർണർക്ക് സർക്കാർ കൈമാറി കഴിഞ്ഞു. അതിൽ ഡിജിറ്റൽ സർവകലാശാല പട്ടികയിൽ VC ആയി പരിഗണിക്കാൻ സർക്കാർ നിർദ്ദേശിക്കുന്നത് ഡോക്ടർ MK ജയരാജ്, R രാജശ്രീ, KP സുധീർ എന്നിവരും സാങ്കേതിക സർവകലാശാല പട്ടികയിൽ പ്രൊഫസർ പ്രവീൺ, ഡോക്ടർ ജയപ്രകാശ്, N സബീബ് എന്നിവരുമാണ്. ഇപ്പോൾ സ്ഥിരം വൈസ് ചാൻസലർ പദവിയിലേക്കുള്ള ഇപ്പോൾ സർക്കാർ നൽകിയ പട്ടികയാണ്. അതിൽ ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് കൈമാറിയ പട്ടികയിലെ MK ജയരാജ് അത് മുൻ കാലിക്കറ്റ് സർവകലാശാല VC ആണ്. ഒപ്പം APJ അബ്ദുൽ കലാം സർവകലാശാല മുൻ VC ആണ് R രാജശ്രീ. സാങ്കേതിക വിഭാഗം എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റാണ് KP സുധീർ. CET എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനാണ് പ്രവീൺ. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സീനിയർ ജോയിന്റ് ഡയറക്ടറാണ് ജയപ്രകാശ്. TKM എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനാണ് R സബീബ്. ഇങ്ങനെ 3 പേരുടെ പേരുകൾ വെച്ചാണ് 2 സർവകലാശാലകളുടെ സാധ്യതാ പട്ടികയിലേക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. നമുക്കറിയാം ഇന്നലെ തന്നെ സുപ്രീം കോടതി വിധിയുണ്ടായിരുന്നത് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രി VC പട്ടികയാണ് ഇപ്പോൾ സർക്കാർ ഗവർണർക്ക് കൈമാറിയിരിക്കുന്നത്. ആർ റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.